വൈകുന്നേരം ഒരു 4 മണിക്ക് വലയിളക്കണ സമയത്ത് കടൽ ശാന്തം വരുന്നിട്ടാ. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ രീതിയിലുള്ള കാറ്റ് മാത്രമേ ഉണ്ടായുള്ളൂ കേട്ടോ. രാത്രിയാവാൻ നേരത്ത് അത് വീണ്ടും വീണ്ടും കൂടി. അതുമാത്രമല്ല, ഒരു പൂർണ്ണ ചന്ദ്രൻ ഇവിടെ ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്നുണ്ട്. എന്നാലും കാറ്റിൻ്റെ വേഗത കൂടുണ്ട്. രാവിലെ ആയപ്പോൾ പറയേ വേണ്ടട്ടാ. കാറ്റ് പ്രതീക്ഷിച്ചാലും കൂടി ചില തിരകൾ മറിഞ്ഞാണ്ടവന്. ചില സമയത്ത് ബോട്ടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം അടിച്ചേറും. അത് അതുപോലെ തന്നെ കടലിലേക്ക് പോട്ടെ. ബോട്ടിൻ്റെ സൈഡിൽ ചെറിയ ചെറിയ ഹോളുകളുണ്ട് വെള്ളം പോകാനായിട്ട്. ഇത് നോക്കി ഓരോ തിരകൾ ഇങ്ങനെ വന്ന വരവുണ്ട. പിന്നെ ഈ റഫ് ടൈമിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ അണിയത്തിരുന്ന് വലെടുക്കാൻ നേരത്ത് ചില സമയങ്ങളിൽ വല റിട്ടേൺ അടിക്കുമ്പോൾ അപ്പം തന്നെ വീഞ്ച് സ്റ്റോപ്പ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വിരകൾ ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ കുടുങ്ങും. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുമാത്രമല്ല, റഫ് ടൈം വരാൻ നേരത്ത് നമ്മൾ സൂക്ഷിച്ച് വേണം ഇതിൻ്റെ മുന്നിലിരിക്കാനായിട്ട്. കൈവിട്ട് കഴിഞ്ഞാൽ നേരെ കടലിലേക്കാണ്ട പോകുന്നത്. ചില വലിയ വലിയ തിരകൾ വരാൻ നേരത്ത് എന്തോ റൈഡിൽ കയറിയ പോലെയാണ്. ഇതിങ്ങനെ പൊന്തിയും അതുപോലെ ഇങ്ങനെ താന്നിങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നൊരു സംഭവം ഇങ്ങനെ പോകട്ടെ. ദേ ഇപ്പം കണ്ട വീഞ്ച് റിട്ടേൺ അടിച്ചാണ് കാണുന്നത്. അപ്പോൾ അപ്പം തന്നെ ഒരു ലിവർ പിടിച്ച് നമ്മൾ ഫോർവേഡ് വീണ്ടും ആക്കോട്ടെ. ബോട്ടിൻ്റെ അണിയം കിടന്ന് ഇങ്ങനെ കുത്തണ നോക്കി. അപ്പോൾ ഓരോ വീഡിയോൻ്റെ പുറകിലും ചെറിയ രീതിയിലുള്ള കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പേജ് മറക്കാണ്ട് ഫോളോ ചെയ്യണേ. ഓക്കെ, ടാറ്റാ.